ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. നിലവിലുള്ള സിൻഡിക്കേറ്റ്, നോമിനേറ്റഡ് സിൻഡിക്കേറ്റാണ് കണ്ണൂർ സർവകലാശാലയിലുള്ളത്. സിൻഡിക്കേറ്റ് നിലവിൽ വന്നിട്ട് ഇപ്പോൾ 2 വർഷം ആകുന്നു. യഥാർത്ഥത്തിൽ 2 വർഷം കൂടി ഈ സിൻഡിക്കേറ്റിന് കാലാവധിയുണ്ട്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഭരണമാറ്റത്തെ തുടർന്ന് സർവകലാശാലയിൽ ഉണ്ടായിട്ടുള്ള ചില സ്ഥിതിഗതികൾ, ആ സ്ഥിതിഗതികളൊന്ന് പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്ന് കരുതിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ വിശദമായിട്ടുള്ള ഒരു കുറിപ്പ് എല്ലാവരുടെയും കയ്യിൽ തന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കാൻ, മറ്റുള്ളവർ കൂടി അത് വിശദീകരിക്കും. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം, സിൻഡിക്കേറ്റിനെ മറികടന്നുകൊണ്ട് ഉള്ള ഒരു സമീപനമാണ്, ഏകാധിപത്യപരമായിട്ടുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ചുമതലയിലുള്ള ഡോക്ടർ സാജു സാറിൻ്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏകപക്ഷീയമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ള വിമർശനം, ആ വിമർശനം അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. സർവകലാശാലയിലെ ഒരു പൊതു രീതി എന്ന് പറയുന്നത്, പുതിയ സിൻഡിക്കേറ്റ് പുതിയ സർക്കാർ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പുതിയ സിൻഡിക്കേറ്റിനെ നോമിനേറ്റ് ചെയ്യും. ഗവർണർ കൂടി അംഗീകരിച്ചുകൊണ്ടാണ് ലിസ്റ്റ് വരിക. അങ്ങനെ പുതിയ സിൻഡിക്കേറ്റ് വരുന്നത് വരെ നിലവിലുള്ള സിൻഡിക്കേറ്റ് തുടരുക എന്നുള്ളതാണ് കീഴ്വഴക്കം. അതല്ലാതെ മറ്റു ചില സ്ഥാപനങ്ങളെ പോലെ രാജിവെക്കുക എന്നുള്ളൊരു കീഴ്വഴക്കം അവിടെ ഇല്ല. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് അടുത്ത സിൻഡിക്കേറ്റ് വരും. അപ്പം അത്തരത്തിൽ ഒരു പുതിയ സിൻഡിക്കേറ്റ് വരുന്നത് വരെ നിലവിലുള്ള സിൻഡിക്കേറ്റുമായിട്ട് ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ് പാലിക്കേണ്ടതായിട്ടുള്ള ഒരു മര്യാദയും കീഴ്വഴക്കവും. എന്നാൽ അത് പാലിക്കുന്നതിന് വേണ്ടി വൈസ് ചാൻസലർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിൽ ചില ഭരണപരമായിട്ടുള്ള നടപടികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിലൊന്ന്, സിൻഡിക്കേറ്റിൻ്റെ സ്റ്റാഫിനെ, അതിൻ്റെ സെക്ഷൻ ഓഫീസറെയും മറ്റ് ജീവനക്കാരെയും സാധാരണ രീതിയിൽ സിൻഡിക്കേറ്റുമായി കൂടിയാലോചിച്ചിട്ടാണ് അതിൻ്റെ ട്രാൻസ്ഫർ നടത്തുക. അത് ഏകപക്ഷീയമായിട്ട് അവിടെ ട്രാൻസ്ഫർ നടന്നു. അദ്ദേഹത്തിൻ്റെ മറ്റ് താല്പര്യങ്ങൾ, അവിടുത്തെ ഒരു സംഘടനയുടെ അവർ കൊടുത്ത ലിസ്റ്റിൽ നിന്നുള്ള ആളുകളെയാണ് ആ രീതിയിൽ അവിടെ നിയമിച്ചത്. അപ്പോൾ കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗം നടന്നപ്പോൾ ആ മാറ്റം തിരുത്തണം എന്ന് സിൻഡിക്കേറ്റ് ഭൂരിപക്ഷ തീരുമാനപ്രകാരം തീരുമാനിക്കുകയും വൈസ് ചാൻസലർ അതിൽ ഡിസെൻ്റ് രേഖപ്പെടുത്തി. പക്ഷേ ആ മിനിറ്റ്സ് വൈസ് ചാൻസലർ അംഗീകരിക്കണം, കാരണം ഭൂരിപക്ഷം സിൻഡിക്കേറ്റ് അംഗങ്ങളും എടുത്തൊരു തീരുമാനമാണ്. പക്ഷെ അത് മിനിറ്റ്സ് ഒപ്പിട്ടെങ്കിലും തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി, ആ ട്രാൻസ്ഫർ പുനഃപരിശോധിക്കുന്നതിന് വേണ്ടി BC തയ്യാറായിട്ടില്ല. അപ്പോൾ വളരെ ബോധപൂർവമായിട്ട് ഒരു ഭരണസ്തംഭനം ഇപ്പോൾ സർവകലാശാലയിൽ ഉണ്ടായിരിക്കുകയാണ്. സാധാരണ രീതിയിൽ സിൻഡിക്കേറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേരുകയും, പ്രത്യേകിച്ച് ഇപ്പോൾ അഡ്മിഷൻ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, അതുമായിട്ടെല്ലാം ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ചേർന്നുകൊണ്ടാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുകയും ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും തന്നെ ഇപ്പോൾ വിളിച്ചു ചേർക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നിലപാട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ഗവൺമെൻറ് പോകുന്നതിന് മുമ്പ് പുതിയ പ്രോഗ്രാമുകൾ അനുവദിച്ചിരുന്നു. വിവിധ എയ്ഡഡ് അതുപോലെ സർക്കാർ കോളേജുകൾ, എയ്ഡഡ് കോളേജുകളിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് വേണം, അതിനുള്ള സൗകര്യം അവിടെ ഉണ്ടെന്നുള്ളത് സർവകലാശാല നിശ്ചയിക്കുന്ന ഇൻസ്പെക്ഷൻ ടീം അവർ ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് അതിൻ്റെ റിപ്പോർട്ട് കൊടുത്താൽ മാത്രമേ ആ കോഴ്സുകൾ ബന്ധപ്പെട്ട കോളേജുകൾക്ക് ആരംഭിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ, ഗവൺമെൻറ്റിൻ്റെ അനുമതി കിട്ടിയാൽ. അപ്പം അത് ബോധപൂർവമായി വൈകിക്കുന്ന ഒരു സമീപനമാണ് BCയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്ന് മാത്രമല്ല, ഈ ഇൻസ്പെക്ഷൻ ടീമിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയാണ് ഉണ്ടാവാറുള്ളത്. ആദ്യത്തെ ഇൻസ്പെക്ഷൻ നടക്കുമ്പോൾ അതിനകത്ത് സിൻഡിക്കേറ്റ് 2 ഘട്ടമായിട്ട് ഇൻസ്പെക്ഷൻ നടക്കും. ആദ്യത്തെ ഇൻസ്പെക്ഷൻ നടക്കുമ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ ഉണ്ടാവും. ഈ ഭരണമാറ്റം വന്നതോടുകൂടി സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർമാർ മാത്രമാണ് ആ ടീമിനകത്തുള്ളത്. അതുപോലും അത് കഴിഞ്ഞാലും അത് സിൻഡിക്കേറ്റിൻ്റെ മുമ്പിലേക്ക് വരണം, ആ അജണ്ടയായിട്ടത് വരണം, അംഗീകരിക്കപ്പെടണമെങ്കിൽ. സിൻഡിക്കേറ്റ് യോഗം പിന്നീട് വിളിച്ചു ചേർക്കാനും BC തയ്യാറാവുന്നില്ല. അതോടൊപ്പം ഇപ്പോൾ ബോർഡ് ഓഫ് സ്റ്റഡീസ്, നിലവിലുള്ള ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ലിസ്റ്റ്, സാധാരണ അതിൻ്റെ ഒരു നടപടിക്രമം എന്ന് പറയുന്നത്, ലിസ്റ്റ് സിൻഡിക്കേറ്റ് തയ്യാറാക്കി BC അംഗീകരിച്ച് ഗവർണർക്ക് അയക്കുകയും ഗവർണർ അംഗീകരിച്ചുകൊണ്ടാണ് ആ ലിസ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് സിൻഡിക്കേറ്റ് തന്നെയാണ്. അത് ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ ലിസ്റ്റ് ഫൈനലായിട്ട് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം സിൻഡിക്കേറ്റിൻ്റെ തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ അതും വല്ലാത്ത രൂപത്തിൽ വൈകിച്ചിരിക്കുകയാണ്.
നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ തവണത്തെ തന്നെ ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. സംഘപരിവാറുമായിട്ട് ബന്ധപ്പെട്ട പല ആളുകളെയും കുത്തിത്തിരുകിക്കൊണ്ടുള്ള ഒന്നാണ്. കഴിഞ്ഞ ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു വിഷയമാണ്. അത്തരത്തിലുള്ള ഒരു ലിസ്റ്റ് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും അതിൻ്റെയും നടപടിക്രമങ്ങൾ വൈകുന്ന ഒരു രീതിയാണ് ഉണ്ടായത്. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ ഈ പുതിയ ക്ലാസ്സുകൾ ആരംഭിച്ചപ്പോൾ പുതുതായി വരുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ഓറിയന്റേഷൻ ഉണ്ട്. FIUGP ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓറിയന്റേഷൻ അത് എല്ലാ കോളേജുകളിലും കൊടുക്കുന്നതാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കുലർ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് കോളേജുകളിലേക്ക് ചെന്നത് FIUGP ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരെ പരിചയപ്പെടുത്തുന്നതിനേക്കാൾ അതിനകത്ത് ഊന്നൽ കൊടുത്തിട്ടുള്ളത് NEPയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ കുട്ടികളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമായിട്ടാണ് ഈ സർക്കുലറിനകത്ത് ഇപ്പോൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ണൂർ സർവകലാശാല ഇതുവരെ എടുത്തു വന്നിട്ടുള്ള, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും കണ്ണൂർ സർവകലാശാലയും ഇപ്പോഴത്തെ ഗവൺമെൻറ്റും ഞാൻ വിശ്വസിക്കുന്നത് അവരും ഈ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കിയ പുതിയ വിദ്യാഭ്യാസ നയം 2020 ഏപ്രിൽ മാസത്തിൽ പാർലമെന്റിൽ ചർച്ചയൊന്നും കൂടാതെ നടപ്പാക്കിയ പുതിയ വിദ്യാഭ്യാസ നയം, അതിനെതിരായ ഒരു നിലപാട് തന്നെയാണ് അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസും എടുക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ആ NEPയെ പ്രൊമോട്ട് ചെയ്യുന്ന കണ്ണൂർ സർവകലാശാല ഇതുവരെ NEPയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു നിലപാട് നമ്മൾ സ്വീകരിച്ചിട്ടില്ല. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കമ്മീഷനുകളെ വെച്ച് ആ കമ്മീഷനുകളുടെ തീരുമാനപ്രകാരം എല്ലാ സർവകലാശാലകളിലും വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ, ആ പരിഷ്കാരങ്ങളാണ് കണ്ണൂർ സർവകലാശാലയും തുടർന്നു പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് പകരം ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ കൊടുത്തിട്ടുള്ള നിർദ്ദേശം NEPയെ കുറിച്ച് ഉള്ള ഓറിയന്റേഷനാണ് ഈ വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യമാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. ഇതും വളരെ പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. മറ്റൊന്ന്, ഇതിനകം തന്നെ ചില മാധ്യമങ്ങളിൽ വാർത്തയായി വന്നൊരു വിഷയമാണ്. ഇപ്പോൾ ഒരു വർഷത്തെ ഡെപ്യൂട്ടേഷനിലാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ പ്രവീൺ, അദ്ദേഹം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. അവിടെ നിന്ന് ഒരു വർഷത്തെ ഡെപ്യൂട്ടേഷനിലാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം കായിക വിഭാഗത്തിൻ്റെ ചുമതലയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പക്ഷേ യാതൊരു തരത്തിലുമുള്ള കൂടിയാലോചന സിൻഡിക്കേറ്റുമായിട്ട് മാത്രമല്ല മറ്റ് അക്കാഡമിക് സമിതികളുമായിട്ടും യാതൊരു തരത്തിലുമുള്ള കൂടിയാലോചനകളില്ലാതെ അവിടെ യൂണിവേഴ്സിറ്റി അധ്യാപകരുടെ ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള സെൻറ്റർ, അതിൻ്റെ ഇപ്പോഴത്തെ പേര് മാളവ്യ മിഷൻ ടീച്ചർ ട്രെയിനിങ് സെൻറ്റർ MMTTC എന്നുള്ളതാണ് അതിൻ്റെ ഇപ്പോഴുള്ള പേര്. ആ ട്രെയിനിങ് സെൻറ്ററിൻ്റെ ചുമതല, അതിൻ്റെ ഡയറക്ടറായിട്ട് ഈ പ്രവീൺ എന്ന് പറയുന്ന ആളെ നിയമിച്ചിരിക്കുകയാണ്. അത് 3 വർഷത്തേക്കുള്ള പോസ്റ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇയാൾ ഒരു വർഷത്തെ ഡെപ്യൂട്ടേഷനാണ് വന്നത്. ആ ഡെപ്യൂട്ടേഷൻ കാലാവധി അവസാനിച്ചു കഴിഞ്ഞാൽ, കാരണം അദ്ദേഹം വന്നതിന് ശേഷമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഗുരുതരമായ ചില അലിഗേഷൻസ് ഉണ്ട് എന്നുള്ളത് നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളത്. അത് അവിടുത്തെ വിദ്യാർത്ഥിനികൾ കൊടുത്തിട്ടുള്ള, ഇപ്പം ഞങ്ങളുടെ കൈവശം അതിൻ്റെ കോപ്പി ഉണ്ട്. വളരെ വിശദമായിട്ട് പോണ്ടിച്ചേരി സർവകലാശാലയിലെ നിലവിലുള്ള വിദ്യാർത്ഥിനികളും അവിടുന്ന് പഠിച്ചുപോയ വിദ്യാർത്ഥിനികളും സർവകലാശാലയ്ക്കും സിൻഡിക്കേറ്റ് ഭരണസമിതി അംഗങ്ങൾക്കും അയച്ചിട്ടുള്ള പരാതിയാണ്. അതിൽ 2013, 16, 25 ഇങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ട് ഇയാൾക്ക് നേരെ വന്നിട്ടുള്ള പരാതികളും പെൺകുട്ടികൾ കൊടുത്തിട്ടുള്ള സെക്ഷുവൽ ഹരസ്മെൻറ്റുമായി ബന്ധപ്പെട്ട അലിഗേഷൻസ് തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പ്രധാന പത്രങ്ങളിൽ ഡക്കാൻ ക്രോണിക്കിളിലൊക്കെ ഒപ്പം ഉൾപ്പെടെ വന്നിട്ടുള്ള പ്രസ് കട്ടിങ്സും ഒക്കെ ഉൾപ്പെടെയുള്ളതാണ് കുട്ടികൾ അവിടെ നിന്ന് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ശ്രദ്ധയിൽ വന്ന ഘട്ടത്തിൽ തന്നെ ഈ ഡെപ്യൂട്ടേഷൻ പീരീഡ് കഴിയുമ്പോൾ തന്നെ അദ്ദേഹം അവിടെ നിന്ന് ഒഴിവാക്കേണ്ടതാണ് എന്നുള്ള നിലപാടാണ് നമ്മൾ സ്വീകരിച്ചത്. അടുത്ത കാലത്താണ് നമ്മുടെ ശ്രദ്ധയിൽ വന്നത്. ഇപ്പോൾ അവിടെ ഒരു വിദ്യാർത്ഥി സമരവും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പക്ഷെ VC എടുക്കുന്ന ഒരു നിലപാട് അദ്ദേഹത്തെ ഒഴിവാക്കുക എന്ന് മാത്രമല്ല, നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഗവർണറെ കാണാൻ പോയപ്പോൾ VCയുടെ കൂടെ അദ്ദേഹം കൊണ്ടുപോയതും ഈ പറയുന്ന പ്രവീൺ എന്ന് പറയുന്ന അധ്യാപകനെയാണ് കൊണ്ടുപോയത്. അദ്ദേഹത്തെ ഇപ്പോൾ ഈ ടീച്ചർ ട്രെയിനിങ് സെൻറ്ററിൻ്റെ ഡയറക്ടറായി നിയമിച്ചതിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു സംഘപരിവാർ അജണ്ട അതിനകത്തുണ്ട് എന്നുള്ളതാണ്. കാരണം അവിടെയാണ് അധ്യാപകർക്ക് കൊടുക്കേണ്ട ഓറിയന്റേഷനാണ്. അപ്പോൾ അവിടെ ആരൊക്കെ ആയിരിക്കണം ഫാക്കൽറ്റി, അവിടെ എന്തൊക്കെയാണ് ട്രെയിൻ ചെയ്യപ്പെടേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളിലാണ്, ഇതെല്ലാം തീരുമാനിക്കുന്നതിൽ ഒരു റോള് ഇദ്ദേഹത്തിന് കൊടുക്കുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ നേരിട്ട് തന്നെ VCയെ കണ്ടുകൊണ്ട്
അതിലുള്ള ഞങ്ങളുടെ എതിർപ്പ് ഞങ്ങൾ അറിയിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം അതിൽ ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമീപനവും എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറായിട്ടില്ല. അതോടൊപ്പം സർവകലാശാലയ്ക്കകത്ത് പലതരത്തിലുള്ള അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സർവകലാശാലയാണ് നമ്മുടേത്. അപ്പോൾ ആകെ ഉണ്ടായിട്ടുള്ളത് PM ഉഷയുടെ ഭാഗമായിട്ടുള്ള ഒരു 100 കോടി രൂപ നമുക്ക് ലഭിച്ചു എന്നുള്ള അത് നിശ്ചിതമായ മാനദണ്ഡങ്ങളുണ്ട്. ഇന്ന കാര്യങ്ങൾക്കാണ് അത് നടപ്പിലാക്കേണ്ടത് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. പക്ഷേ അവിടെ ഇപ്പോൾ ഒരു വൈസ് ചാൻസലർമാരുടെ കോൺഫറൻസ് അതിനെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അതും സിൻഡിക്കേറ്റുമായിട്ട് ആലോചിക്കാതെയാണ് യഥാർത്ഥത്തിൽ ആ കോൺഫറൻസ് അന്ന് നടന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ ആശങ്ക നമ്മൾ അക്കാര്യത്തിൽ അറിയിച്ചിരുന്നു. ആദ്യം പറഞ്ഞത് അതിൻ്റെ സാമ്പത്തികമായ ചിലവൊന്നും ഇല്ല എന്നാണ്. പക്ഷെ പിന്നീട് ഓൺ ഫണ്ടിൽ നിന്ന് തന്നെ തുക അതുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ രജിസ്ട്രാറെ ഉൾപ്പെടെ മറികടന്നുകൊണ്ട്, സിൻഡിക്കേറ്റിനെയും രജിസ്ട്രാറിനെയും മറികടന്നുകൊണ്ട് ആണ് ഈ പ്രവീണാണ് ഇതിൻ്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ചത്. ഈ ഒരു VC-മാരുടെ കോൺഫറൻസ് ഇവിടെ നടന്നപ്പോൾ അതിൻ്റെ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്തത്. അതുപോലെ ഇപ്പോൾ അവിടെ ചില കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഫോക്ലോർ അക്കാദമി, സ്വകാര്യ കളരി കേന്ദ്രങ്ങൾ, കളരിപ്പയറ്റ്, സംസ്കൃതം, തിയോളജി, ഇങ്ങനെയുള്ള ചില കോഴ്സുകൾ VC പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പഠനം നടത്തിയിട്ടോ അല്ലെങ്കിൽ ഒരു ആലോചന വേണം. അതുപോലെ സർവകലാശാലയുടെ പഠന വകുപ്പുകളുടെ മേൽനോട്ടത്തിലാണ് ഇത്തരത്തിലുള്ള പുതിയ കോഴ്സുകൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ വേണം എന്നുള്ളത് തീരുമാനിക്കുകയും അനുവദിക്കുകയും ചെയ്യേണ്ടത്. അപ്പം അതൊന്നുമില്ലാതെ ഏകപക്ഷീയമായിട്ടാണ് ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പം അതും നമ്മുടെ സർവകലാശാല കൊടുക്കുന്ന ബിരുദങ്ങളുടെ ഒരു മൂല്യത്തെ തന്നെ ഇല്ലാതാക്കാനും അതുപോലെ വലിയ അഴിമതിക്കും ഇടയാക്കും എന്നുള്ള ഒരു ആശങ്കയാണ് നിലവിലുള്ള സിൻഡിക്കേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിലുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ സർവകലാശാല വൈസ് ചാൻസലറുടെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളായ കുറച്ച് ആളുകളുടെയും ഒരു വ്യക്തിപരമായ നേട്ടങ്ങൾക്കുള്ള വേദിയായിട്ട് യൂണിവേഴ്സിറ്റിയെ മാറ്റുന്നു എന്നുള്ള ആക്ഷേപമാണ് ഞങ്ങൾക്ക് ഈ ഘട്ടത്തിൽ ഉന്നയിക്കാനുള്ളത്. ഞങ്ങൾ വൈസ് ചാൻസലറുടെ മുമ്പ് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ആവശ്യങ്ങൾ എന്നുള്ളത്. ഇത് പൊതുസമൂഹത്തിനോട് പറയേണ്ടതിൻ്റെ ബാധ്യത വരുന്നത് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാൻ വൈസ് ചാൻസലർ തയ്യാറാവുന്നില്ല. അപ്പോൾ പുതിയ സിൻഡിക്കേറ്റ് വരുന്നതിന് അദ്ദേഹം കാത്തിരിക്കുകയാണോ നമുക്കറിയില്ല. പക്ഷേ ഇത് നമ്മൾ പറയാതെ പോയാൽ നിലവിലിപ്പോൾ ഉള്ള സിൻഡിക്കേറ്റ് നമ്മളതാണ്. അപ്പോൾ നമ്മളെ കാലത്ത് എടുക്കുന്ന ഈ തീരുമാനങ്ങൾ നമ്മുടെ അറിവില്ലാതെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് മുമ്പാകെ അത് അറിയിക്കേണ്ടതുണ്ട്. അത് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇത് ഒരു ഏകാധിപത്യപരമായിട്ടുള്ള നിലപാടുകളിൽ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ പ്രവീൺ അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടേഷൻ അടിയന്തരമായി റദ്ദ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ സർവകലാശാലയുടെ നിലവിലുള്ള ഒരു ഏകപക്ഷീയമായ രീതി, അപ്പോൾ അവിടെ കൺട്രോളറുടെ ഡെപ്യൂട്ടേഷൻ പീരീഡ് കഴിഞ്ഞു, പുതിയ ആൾ വന്നിട്ടില്ല, അത് ചാർജാണ്. DSSൻ്റെ ഡെപ്യൂട്ടേഷൻ പീരീഡ് കഴിഞ്ഞു, അദ്ദേഹത്തിനും ഡെപ്യൂട്ടേഷൻ നീട്ടി കൊടുത്തിട്ടില്ല, അദ്ദേഹത്തിന് അതും ചാർജാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭരണസ്തംഭനത്തിൻ്റെ അവസ്ഥ അത് മാറ്റി സിൻഡിക്കേറ്റുമായും മറ്റ് സമിതികളുമായിട്ടും ആലോചിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു നിലപാടുണ്ടാവണം. അപ്പോൾ ഈ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് പത്രസമ്മേളനമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് പറയാനുള്ള വിഷയങ്ങൾ. പ്രമോദ് ഭാഷ ഡെപ്യൂട്ടേഷനാണ്. ഇപ്പോൾ ഇൻ്റർവ്യൂ നടത്തി ഡെപ്യൂട്ടേഷനിലാണ് വന്നിട്ടുള്ളത്. അത് VC നിയമനം നടത്തിയ ശേഷം റാറ്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ് സിൻഡിക്കേറ്റിലേക്ക് വന്നത്. അപ്പോൾ സിൻഡിക്കേറ്റിൽ നടക്കാത്ത കാലയളവിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം VCക്ക് ഉണ്ട്. പക്ഷെ ആ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞു, നമുക്ക് ഇത് സംബന്ധിച്ച അദ്ദേഹത്തിനെതിരെയുള്ള അലിഗേഷൻ സംബന്ധിച്ച ഒരു ധാരണ നമ്മുടെ മുമ്പിലേക്ക് അന്ന് വന്നിരുന്നില്ല. ഇത്തരമൊരു നിയമനം നടക്കുന്ന ഘട്ടത്തിൽ അത് വന്ന ഉടനെ തന്നെ നമ്മൾ മനസ്സിലാക്കിയ ഉടനെ തന്നെ നമ്മൾ VCയെ സമീപിച്ച് അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടേഷൻ റദ്ദാക്കണം എന്നുള്ളത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതാണ് ഈ ടീച്ചേഴ്സ് ട്രെയിനിങ്? അതെ 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 അതിന്റെ ഒന്ന് പറഞ്ഞു. അതെ, അതിൽ നമ്മൾ ഈ ടീച്ചർ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റെഗുലേഷനിൽ അതാത് സർവകലാശാലയിലെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊഫസർമാരെ നിയമിക്കുക എന്നാണ് പറയുന്നത്. നമ്മുടെ സർവകലാശാലയിൽ അത്രത്തെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊഫസർമാരുടെ ഷോർട്ടേജ് കൊണ്ടല്ല അങ്ങനെ നിയമനം ഉണ്ടാകുന്നത്. അതൊരു വെസ്റ്റഡ് ഇൻട്രസ്റ്റിൻ്റെ ഭാഗമാണെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഡെപ്യൂട്ടേഷനിൽ വന്ന ഒരാളെ സീനിയർ പ്രൊഫസർമാരെ ഒക്കെ മറികടന്നുകൊണ്ട് നിയമിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ടീച്ചർ നേരത്തെ വിശദീകരിച്ചത്. കണ്ണൂർ സർവകലാശാലയിൽ നമ്മുടെ സിൻഡിക്കേറ്റ് വന്നതിന് ശേഷം നമുക്കറിയാം 20-ലാണല്ലോ NEP വരുന്നത്.
അപ്പോൾ അതിനുശേഷം NEP-യുടെ ഈ പറയുന്ന അതിൻ്റെ ഫിലോസഫിക്കൽ ആൻഡ് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം സർവകലാശാലയിൽ നടപ്പാക്കേണ്ട ഒരു സ്പേസ് അവിടെ കിട്ടിയിട്ടില്ല. അപ്പം ഞങ്ങളുടെ സിൻഡിക്കേറ്റ് പോവുകയാണ്, സ്വാഭാവികമായിട്ടും ആ ഒരു സ്പേസിലേക്ക് കയറിയിട്ട് ഈ കാര്യങ്ങൾ അധ്യാപകരും കുട്ടികളുടെയിലേക്ക് NEP-യെ വളരെ വിശദമായി ചർച്ചയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു കാര്യമാണ് ഇതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ 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 സാധാരണ നേരത്തെ നമ്മുടെ ശ്രദ്ധയിൽ അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ അതില് വിഷയം പറയുന്നില്ല, അതില് സീനിയർ ആയിട്ടുള്ള പ്രൊഫസറിനെ അതേ പറയുന്നുള്ളൂ. അല്ലല്ല റാറ്റിഫിക്കേഷൻ ആണ്. അല്ല, സിൻഡിക്കേറ്റ് അറിയാതെയാണെന്ന് നമ്മൾ പറഞ്ഞില്ല. ഇല്ല, ആ സമയത്ത് ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്ത് അദ്ദേഹത്തിനെതിരെയുള്ള ഈ അലിഗേഷൻസ് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടില്ല, നമ്മളത് അറിഞ്ഞിട്ടില്ല. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ സൗകര്യങ്ങൾ നമ്മളൊരു മുൻവിധിയോടെ കണ്ടിട്ടില്ല. VC നമുക്ക് സർവകലാശാലയുടെ കായിക വിഭാഗത്തിന് കുറേ കാലമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന മനോജ് സാറ്, അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് മടങ്ങിപ്പോയ ശേഷം ഒരു തലവനില്ലാതിരിക്കുകയാണ്. അപ്പോൾ നല്ല സൗകര്യങ്ങളുള്ള ഒന്നാണ് നമ്മുടെ കായിക വിഭാഗം. അതിനെ ഒരു നല്ല ആളെ കിട്ടണം എന്നുള്ളതാണ് പൊതുവായിട്ടുണ്ടായിരുന്ന താല്പര്യം. ആ താല്പര്യത്തോടുകൂടി VC നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളെ ഞങ്ങൾ ഇൻ്റർവ്യൂ അടക്കം നടത്തി വന്ന ഒരാളാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ യോഗത്തിൻ്റെ വെച്ച് നമുക്ക് അങ്ങനെ ഒരു വിവരം കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ എതിർത്തിട്ടില്ല. അത് നമ്മൾ പറഞ്ഞല്ലോ, ഞങ്ങൾ എതിർത്തിട്ടില്ല, നമ്മളാണ് അതിനെ റാറ്റിഫിക്കേഷൻ കൊടുക്കുകയും ചെയ്തത്. പക്ഷേ അത് നമ്മുടെ ശ്രദ്ധയിൽ വന്ന ഘട്ടത്തിൽ തന്നെ ഈ ഡെപ്യൂട്ടേഷൻ റദ്ദാക്കണം എന്ന് നമ്മൾ VC-യോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ VC അതിന് നിന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ കുറെ കൂടി ചുമതലകൾ ഈ പറയുന്ന ആൾക്ക് കൊടുക്കുന്ന ഒരു നിലപാടാണ് VC-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അധ്യാപക യൂണിയന്റെ നേതാവാണോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അയാൾ പക്ഷേ കൃത്യമായിട്ട്, അതല്ലേ പിന്നെ ഗവർണറെ കാണാൻ പോകുന്ന ഒരു യോഗത്തിൽ മറ്റ് ആരും കൊണ്ടുപോകാത്ത പോലെ ഒരു അധ്യാപകരെ ഇവിടെ മാത്രം കൂട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമില്ലല്ലോ. അതെ, ചാൻസലറെ കാണാൻ പോകുമ്പോൾ രജിസ്ട്രാറോ മറ്റോ അവരല്ലേ സ്റ്റാറ്റ്യൂട്ടറി ഓഫീസറോ അല്ലേ കൂടെ പോകേണ്ടത് പോവുകയാണെങ്കിൽ. അത് തന്നെയാണ് അദ്ദേഹം തുടക്കം മുതൽ അതിനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ ശക്തമായിട്ട് തന്നെ ഓരോ വിഷയത്തിലും സിൻഡിക്കേറ്റ് എന്നുള്ള നിലയിൽ നമ്മൾ ആ കാര്യത്തിൽ പ്രതിരോധിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഈ ഒരു ആരും ഇല്ലാത്തൊരു സ്പേസ് എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥ ഭരണമാറ്റത്തിനെ തുടർന്ന് ഉണ്ടായ സമയത്ത് ആ സ്പേസിനെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അജണ്ടകൾ വളരെ ശക്തമായിട്ട് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് MG സർവകലാശാലയിൽ 11 സംഘപരിവാറിൻ്റെ ആളുകളെ നോമിനേറ്റ് ചെയ്തപ്പോൾ ഒരു പ്രതികരണം പോലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെയോ മുഖ്യമന്ത്രിയുടെയോ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലല്ലോ. ഗവർണറുമായിട്ട് ഏറ്റുമുട്ടലിനില്ല എന്നുള്ളൊരു നിലപാടല്ലേ അവർ സ്വീകരിക്കുന്നത്. നടന്നത് ഏപ്രിൽ 22 അല്ല മെയ് 22-ാം തീയതി. ആർട്ട് ഗാലറിയായിട്ട് ബന്ധപ്പെട്ടും യാതൊരു കൂടിയാലോചനയും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. അതിലുണ്ടായത് സർവകലാശാലയുടെ NAC പുതിയ ഗ്രേഡിങ്ങിലേക്ക് അടക്കം പോകുന്ന ഘട്ടത്തിൽ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് മ്യൂറൽ പെയിൻറ്റിങ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസൽ വന്നിരുന്നു. ആ പ്രപ്പോസലിനെ പരിശോധിച്ചുകൊണ്ട് നമ്മൾ അതിന് അംഗീകാരം കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗം അടക്കം പരിശോധിച്ച് അതിന് അനുമതി കൊടുത്തതിനെ തുടർന്ന് അത് നമ്മൾ സിൻഡിക്കേറ്റ് എന്നുള്ള നിലയിൽ അംഗീകരിച്ചു. അതിൻ്റെ നടപടിക്രമങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. വർക്ക് നടന്നു കഴിഞ്ഞാൽ അത് പരിശോധിച്ച ശേഷം മാത്രമാണ് അതിന് എത്രയാണ് തുക കൊടുക്കേണ്ടത് എന്നുള്ളതെല്ലാം തീരുമാനിക്കുക. പക്ഷേ ഇത് അതിൻ്റെ മറവിലാണെന്നാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മളോട് ഒരു കൂടിയാലോചന ഉണ്ടായിട്ടില്ല. ഗവർണർ വരുന്ന ദിവസം നമ്മൾ മനസ്സിലാക്കുന്നത് ഗവർണറെ എന്തോ സന്തോഷിപ്പിക്കാനായിരിക്കും. അവിടെ ഒരു ഭാഗത്ത് മറ്റേ നമ്മളെ കൈത്തറി ഒരു ലൂമും അതെല്ലാം വെച്ചിട്ടുണ്ട് നമ്മുടെ ലൈബ്രറിയിലേക്ക് കയറുന്ന ഭാഗത്ത്. അതിൻ്റെ എതിർവശത്തായിട്ട്
ഇത്തരത്തിലുള്ള തെയ്യവും അതുപോലെ കുറച്ച് ആടയാഭരണങ്ങൾ, തെയ്യത്തിൻ്റെ ചമയങ്ങളും എല്ലാം അവിടെ കൊണ്ടുവച്ചിരുന്നു. ആ കൊണ്ടുവച്ചവർ തന്നെ അത് അവിടെ എന്താണ് തിരിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്തു എന്നുള്ളതാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും അതുമായി ബന്ധപ്പെട്ട് നമ്മളെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം തന്നെ കൊണ്ടുവന്നിട്ടില്ല. ഇതെവിടുന്നോ എടുത്തോണ്ട് വന്നതാണ്, അത് തിരിച്ച് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. വി സിയോട് തന്നെ നിങ്ങൾ ചോദിക്കുക ആ കാര്യം. നമ്മളിപ്പോൾ അതിന് മറുപടി പറയേണ്ട കാര്യമില്ല. അതെ, അത് വി സിയോട് തന്നെ ചോദിക്കാം, നമുക്ക് യാഥാർത്ഥ്യമാകട്ടെ. അഴിമതി ഉണ്ടോ എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അങ്ങനെ നമ്മൾ അറിയാത്തൊരു കാര്യം നമ്മൾ പറയുന്നില്ല. പക്ഷേ അതിൽ ഒരു നമുക്ക് തോന്നിയത് ഗവർണറെ ഒന്ന് പ്ലീസ് ചെയ്യിക്കാനുള്ള ഒരു വ്യഗ്രതയിൽ ചെയ്ത ഒരു കാര്യമായിട്ടാണ് നമുക്കത് അനുഭവപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ആകെ ഏകദേശം 72ഓളം വരും, 73ഓളം വരും. പക്ഷെ അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ KTUവിലേക്കും അതുപോലെ തന്നെ കുഹാസിലേക്കും പോയതുകൊണ്ട് അതിപ്രാവശ്യം കുറച്ചിട്ട് എനിക്ക് തോന്നുന്നു 50+ ബോർഡിൽ മാത്രമേ നമ്മൾ ആളുകൾ തയ്യാറാക്കിയിട്ടുള്ളൂ. മറ്റത് നമുക്ക് ഇവിടെ വരുന്നില്ല, ആവശ്യം വരുന്നില്ല. മെഡിക്കൽ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ്. എന്നാലും എഞ്ചിനീയറിംഗിൻ്റെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 50+ ബോർഡാണ് വരുന്നത്. ആ ബോർഡ് ഞങ്ങൾ ഒരു 1-2 മാസം വലിയൊരു എഫേർട്ടോടു കൂടിയാണ് തയ്യാറാക്കിയത്. 1000-700 പേരുടെ ഒരു ലിസ്റ്റ് വരും, അത് തയ്യാറാക്കി. പക്ഷെ ഞങ്ങൾ സിൻഡിക്കേറ്റിൻ്റെ സബ് കമ്മിറ്റി തയ്യാറാക്കി കൊടുത്തൊരു ലിസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അതിവേഗതയിൽ കൊടുത്ത സാധനം. പക്ഷെ ഇപ്പം ഭരണമാറ്റം വന്നതോടുകൂടി അത് ബോധപൂർവ്വം വൈകിപ്പിച്ചതായിരിക്കാം. പക്ഷെ ഞങ്ങൾ കൊടുത്ത ലിസ്റ്റേ അല്ല അത് സിൻഡിക്കേറ്റിൻ്റെ പരിഗണനയ്ക്ക് വന്നിട്ടില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ ആ സാധനം വന്നിട്ടുണ്ട്, ബട്ട് സെൻറ്റർലി ഡിഫറെൻറ്റ്. നമ്മൾ അറിയാത്ത ഒരു ബോർഡ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ സിൻഡിക്കേറ്റിൽ ഞാൻ പറഞ്ഞു, വി സി എടുത്ത തീരുമാനത്തെ നമ്മൾ ആ തീരുമാനം തിരുത്തണം എന്നുള്ള തീരുമാനം സിൻഡിക്കേറ്റ് യോഗത്തിൽ ഭൂരിപക്ഷത്തോടെ നമ്മൾ എടുത്തു. ആ തീരുമാനം ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ പക്ഷേ വി സിയിലൂടെയാണല്ലോ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുക. അതല്ലാതെ സിൻഡിക്കേറ്റിൻ്റെ മിനിറ്റ്സ് അപ്രൂവ് ചെയ്താലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ ത്രൂ വി സി തന്നെയാണ് അതിനുള്ള ബന്ധപ്പെട്ട ഉത്തരവ് രജിസ്ട്രാർക്ക് കൊടുക്കേണ്ടത്, സെക്ഷനിലേക്ക് പോകേണ്ടത്. അപ്പോൾ ചില കാര്യങ്ങൾ, ചില പവറുകൾ രജിസ്ട്രാർക്ക് ഡെലിഗേറ്റ് ചെയ്തിട്ടുള്ളത് രജിസ്ട്രാർക്ക് നിർവഹിക്കാന്നല്ലാതെ ബാക്കി അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അധികാരം വി സിക്ക് തന്നെയാണുള്ളത്. അപ്പോൾ സിൻഡിക്കേറ്റ് വിളിച്ചു ചേർക്കാനുള്ള അധികാരവും ആർക്കാണ്? വി സിക്കാണുള്ളത്. അത് നമുക്കിപ്പോൾ സിൻഡിക്കേറ്റ് വിളിച്ചു ചേർക്കണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയല്ലാതെ വിളിച്ചു ചേർക്കാനുള്ള അധികാരമുള്ളത് വി സിക്കാണ്. അങ്ങനെ ഇല്ല, അങ്ങനെ ഒരു സ്റ്റാറ്റ്യൂട്ടിൽ പറയുന്നില്ല. സാധാരണ മാസത്തിൽ ഒരെണ്ണം വെച്ച് ചേരാറുണ്ട്. മെയ് മാസം 22-ാം തീയതി ചേർന്നതിന് ശേഷം ചേർന്നിട്ടില്ല. 26-ന് ചേരുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും വി സി വരുന്നതും വളരെ കുറവാണ്. ഇപ്പോൾ സ്വാശ്രയ അധ്യാപകരുടെ ഒരു സമരം അവിടെ കുറേ ദിവസം നടന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ആ സമരം തുടങ്ങി അവസാനിക്കുന്നവരെ അദ്ദേഹം അങ്ങോട്ടേക്ക് വന്നിട്ടില്ല. സമരം തീർന്നു. അദ്ദേഹത്തിന് അത്തരം സന്ദർഭങ്ങളിലൊക്കെ പൊതുവിൽ മാറി നിൽക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. പി വി സി ഇല്ലല്ലോ, വി സി തന്നെ ചാർജുള്ള ആളാണ്. അപ്പോ ഇല്ല, പി വി സി ഇല്ല. വി സി വന്നാലല്ലേ പി വി സി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പി വി സിയും ഇല്ല. യഥാർത്ഥത്തിൽ സർവകലാശാല ഇപ്പൊ വീണ്ടും നാക്ക് ഇതിലേക്ക് പോകേണ്ടതാണ് അല്ലേ? നമ്മളൊരു ഡിസംബർ മാസം ആകുമ്പോഴേക്ക് അടുത്ത അതിൽ വരുമ്പോഴെങ്കിലും നമ്മളിപ്പോൾ കഴിഞ്ഞ അവിടെ കുറച്ച് ഇമ്പ്രൂവ് ചെയ്തു, B+ലേക്ക് വന്നു. അതൊരു A+ലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു കൂട്ടായ എഫർട്ട്. അപ്പോൾ ഭരണം മാറിയത് കൊണ്ട് ആ എഫർട്ടിന്ന് പുറകോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. ഈ സർവകലാശാലയെ തകർക്കുന്ന ഒരു സമീപനം ഉണ്ടാവാൻ പാടില്ലല്ലോ. ആര് ഭരണത്തിലിരുന്നാലും വിദ്യാർത്ഥികളുടെയും നമ്മളെ പൊതുസമൂഹത്തിൻ്റെയും താല്പര്യമാണ് സർവകലാശാല മുന്നോട്ട് പോവുക എന്നുള്ളത്. അപ്പം അതിലടക്കം ഒരു വീഴ്ച വരുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഇത് ഈ രീതിയിൽ പറയാൻ ഞങ്ങൾ നിർബന്ധിതരായത്. ഞങ്ങൾ വി സിയെ കണ്ടു, അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഒരു തരത്തിലും പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാട് എടുക്കുന്നില്ല. ഇല്ല, മെയ് 22-നാണ്. ജൂൺ 26-ന് എന്ന് പറഞ്ഞു, ഡേറ്റ് ഫിക്സ് ചെയ്തു. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗമൊന്നും തീരുമാനിച്ചില്ല. ഇതെല്ലാം അവിടെ നിന്നാണല്ലോ അറിയിപ്പുകൾ വരേണ്ടത്. മാത്രം അന്ന് 26-ാം തീയതി എന്തോ ലീവ് വന്നു, മുഹറത്തിൻ്റെ ഒറ്റ ഭാഗമായിട്ടുള്ള ലീവ് വന്നു.
സാധാരണ രീതിയിൽ നമ്മൾ അന്നത്തെ യോഗം തന്നെ കൺസൾട്ട് ചെയ്യാണ്ടാണ് ആ ഡേറ്റ് നിശ്ചയിച്ചത്. സാധാരണ നമ്മളോടൊന്ന് ചോദിച്ചിട്ടാണ്, നിർബന്ധമൊന്നുമില്ല, പക്ഷേ അതൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് ചോദിച്ചിട്ടാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ആണെങ്കിലും സിൻഡിക്കേറ്റിൻ്റെ ആണെങ്കിലും തീയതി നിശ്ചയിക്കുക, VC ഇവിടെ ഉള്ള സമയവും എല്ലാം കൂടി വെച്ചുകൊണ്ട്. പക്ഷേ അന്നത്തെ യോഗവും അങ്ങനെയല്ല നിശ്ചയിച്ചത്. പിന്നെ അത് മാറ്റുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ആലോചനയും നമ്മളുമായിട്ട് അദ്ദേഹം നടത്തിയിട്ടില്ല. നമ്മൾ അദ്ദേഹത്തെ കണ്ടത് അതിന് ശേഷമാണ് നമ്മൾ, അല്ല അതിന് തൊട്ട് മുമ്പാണ് നമ്മൾ കണ്ടത്, അദ്ദേഹത്തെ കണ്ടിരുന്നത്. അദ്ദേഹം ഇവിടെ വന്ന സമയത്താണല്ലോ അദ്ദേഹത്തെ പോയി കാണാൻ കഴിയുക. അപ്പോൾ ആ സമയത്ത് പോയി കണ്ടിരുന്നതാണ് നമ്മൾ. കോളേജുകൾ, കുറേ കോളേജുകൾ, ഗവൺമെന്റ് കോളേജുണ്ട്, എയ്ഡഡ് കോളേജുണ്ട്. ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കുന്നത്. മതി മതി. പക്ഷെ അതിന് ഇൻസ്പെക്ഷൻ പൂർത്തിയാവണ്ടേ? ഇൻസ്പെക്ഷൻ പൂർത്തിയായി റിപ്പോർട്ട് കിട്ടണമല്ലോ, എന്നാലല്ലേ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ സർക്കാർ അനുമതി കൊടുത്തുകൊണ്ട് മാത്രം കോളേജുകൾക്ക് കോഴ്സ് ആരംഭിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഈ അക്കാഡമിക് ഇയറിൽ അവർക്ക് കോഴ്സ് ആരംഭിക്കാൻ കഴിയുമായിരുന്നത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട്. ഇൻസ്പെക്ഷന് നിയമ നടപടികൾ നമ്മൾ പോയിരുന്നു. പക്ഷെ അതിൻ്റെ വേണ്ടത്ര ഒരു മുന്നോട്ടത് പോകാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അന്ന് നിയമിക്കപ്പെട്ട ഡീൻമാരിൽ നിന്നും സെലക്റ്റഡ് ആയിട്ടുള്ള ചില ആളുകൾ ഈ പുതുതായിട്ട് വരുന്ന സിൻഡിക്കേറ്റിലേക്ക് അത് ഗവർണറുടെ നോമിനികളായിട്ടാണല്ലോ അവർ വന്നിരുന്നത്. അപ്പോൾ ഇവിടെയുള്ള ആസ് പെർ ദ സ്റ്റാറ്റ്യൂട്ട് ആൻഡ് ആക്ട് എന്ന് പറയുന്നത് ഇവിടെ തന്നെ നമുക്ക് വിദഗ്ധരായിട്ടുള്ള ആളുകളും പ്രൊഫസർമാരും ഒക്കെ ഉണ്ട് ഡീൻമാരാവാൻ. അതൊക്കെ മറികടന്നിട്ടാണ് മറ്റ് സർവകലാശാലകൾ, അതായത് നോർത്ത് നിന്നും ഓഡിയം നിന്നും ഇവിടെ നിന്നൊക്കെയുള്ള, അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളുടെ ഭാഗമായിട്ട് ആളുകളെ കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെ തെരഞ്ഞെടുപ്പിച്ച ആളുകൾ പുതിയ സിൻഡിക്കേറ്റിൽ ഗവർണറുടെ നോമിനികളായി വന്ന ആളുകൾ പ്രത്യേക താല്പര്യത്തോടു കൂടി വരാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിലെ അല്ല അതിൽ നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? നമ്മളത് കോടതിയെ സമീപിച്ചു. കോടതി അതിൻ്റെ അകത്ത് പിന്നീട് വേണ്ടത്ര അത് മുന്നോട്ട് പോയില്ല. കേസ് നടപടികൾ മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ്, അല്ലാതെ നമ്മൾ കോടതിയെ സമീപിച്ചില്ല എന്നുള്ളതല്ല. നമ്മുടെ സ്റ്റാറ്റ്യൂട്ടിൽ പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയ അധ്യാപനായിരിക്കണം ഡീൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് അകത്തുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഒരു പ്രൊഫസറെ പോലും 10 പേരുണ്ട്, ഒരാളെ പോലും നിയമിക്കാതെ എല്ലാ ആൾക്കാരെയും പുറത്താണ് നിയമിച്ചത്. അതിൽ ഏറ്റവും ഗൗരവമായ പ്രശ്നം അതാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിക്കകത്തുള്ള അധ്യാപകരുടെ മുറയിൽ അതിനെ താഴോട്ട് ഇങ്ങനെ അവരൊന്നിനും കൊള്ളില്ല എന്ന രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അത് വലിയൊരു പ്രശ്നമാണ്. ശരിക്കും ഒരു അക്കാഡമിക് കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഉണ്ടാവാൻ വേണ്ടി പാടില്ലാത്തതാണ്. പിന്നെ നേരത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. നേരത്തെ നിങ്ങൾ ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ ഈ ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഈ ഇൻസ്പെക്ഷന് പിന്നെ ഒരു കമ്മിറ്റി രൂപീകരിക്കും. ആദ്യം പോകുന്ന കമ്മിറ്റി സിൻഡിക്കേറ്റിൻ്റെ ഉപസമിതി ആയിരിക്കും. അവിടെയുള്ള സൗകര്യങ്ങൾ നോക്കാൻ വേണ്ടി പോകുന്നതാണ് ആദ്യം. രണ്ടാമത്തെ ഇൻസ്പെക്ഷന് പോകുമ്പോൾ സിൻഡിക്കേറ്റ് മെമ്പറും എക്സ്പേർട്ടുമാരും പോകും. പക്ഷേ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പോവാതെ സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർമാർ മാത്രമാണ് ഇതിനകത്ത് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിനകത്ത് കൗണ്ടർ സൈൻ ചെയ്യേണ്ടത് സിൻഡിക്കേറ്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൺവീനറാണ്. അപ്പോൾ രജിസ്ട്രാറോ ഫിനാൻസ് ഓഫീസറോ കൺട്രോളറോ ഇൻസ്പെക്ഷന് പോയി കഴിഞ്ഞാൽ അവർ സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ടിൽ കൗണ്ടർ സൈൻ ചെയ്യേണ്ടത് കൺസേൺഡ് ആയിട്ടുള്ള സിൻഡിക്കേറ്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൺവീനറാണ്. മാത്രമല്ല അത് അംഗീകരിക്കേണ്ടത് സിൻഡിക്കേറ്റാണ്. സാധാരണഗതിയിൽ സിൻഡിക്കേറ്റ് അംഗീകരിക്കുന്ന ഒരു കമ്മിറ്റി ഒരു റിപ്പോർട്ട് അതിനകത്ത് സിൻഡിക്കേറ്റിന്റെ ഒരു അംഗത്തിന്റെ സാന്നിധ്യം പൊതുവെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ സിൻഡിക്കേറ്റിനെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട് ആണ് ഇത്തരം പിന്നെ കമ്മിറ്റികളെ DC രൂപീകരിക്കുന്നത്. അത് ഈ വർഷത്തേക്കാണ്. ഇത് ഞങ്ങൾ ഫെബ്രുവരി മാസത്തോട്ട് പറയുന്നതാണ് ഈ ഇൻസ്പെക്ഷന്റെ കാര്യം. DC സിൻഡിക്കേറ്റ് അങ്ങനെ സമരം നടത്തേണ്ട ഒരു ഇതല്ലല്ലോ, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയല്ലേ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത്. സമരം നടത്തേണ്ടത് വിദ്യാർത്ഥി സംഘടനയോ അധ്യാപക സംഘടനയോ ഒക്കെയാണ്. നമ്മളിപ്പോ നിലവിൽ ഇപ്പോ പുതിയ സിൻഡിക്കേറ്റ് വരും എന്നുള്ളതാണല്ലോ പറയുന്നത്.
ആരുടെ ഈ പ്രവീണിൻ്റെ അല്ല അത് VC അതിൽ അനുകൂലമായ നിലപാട് എടുക്കുന്നില്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം അക്കാര്യത്തിൽ വരേണ്ടതാണ്. കാരണം ഇത്രയും ആരോപണങ്ങളുള്ള ഒരാളെ ഈ രീതിയിൽ, അത് മാത്രമല്ല ഇവിടെ വന്ന ശേഷവും അദ്ദേഹം എടുത്തിട്ടുള്ള കായിക താരങ്ങളോട് എടുത്തിട്ടുള്ള ഒരു സമീപനം. ഇപ്പോൾ എവിടെയാണ് ഇവിടെ ഇൻഡോറിലോട്ടാ നടന്ന, അത് വാർത്തയായിട്ട് വന്നിരുന്നു എന്ന് തോന്നുന്നു. ഗെയിമിന് കുട്ടികൾ പോകുമ്പോൾ അത് സാധാരണ രീതിയിൽ അതിൻ്റെ കൂടെ പെൺകുട്ടികളുണ്ടെങ്കിൽ അക്കമ്പനി ചെയ്യുന്നത്, കായിക വകുപ്പിൽ അധ്യാപികമാരില്ലെങ്കിൽ പേരൻസോ അങ്ങനെ വെച്ചുകൊണ്ടാണ് അവർ പോകാറുള്ളത്. അതെല്ലാം വെച്ചിട്ട് ഇയാൾ അവിടെ ആ സമയത്ത് അതിനൊരു ഉടക്ക് വെക്കുകയും പിന്നീട് മലയാള വിഭാഗത്തിൽ നിന്നൊക്കെയുള്ള താൽക്കാലിക ആയിട്ടുള്ള അധ്യാപികയെ, താൽക്കാലികമായിട്ടുള്ള ഒരു അധ്യാപിക പോകുന്നതിന് വേറെ അവരെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാലും അവരുടെ പേരിൽ നമുക്ക് ഒന്നും ചെയ്യാനെന്നുള്ള അവകാശം സർവകലാശാലയ്ക്ക് വളരെ പരിമിതമായിട്ടേ ഉള്ളൂ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ. അപ്പം ഇത്തരത്തിൽ നിരന്തരമായിട്ടുള്ള, അത് വാർത്തയായിട്ടൊന്ന് വന്നിരുന്നു, കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവരുടെ അവസരം തന്നെ കളയും എന്നുള്ള രീതിയിലുള്ള വലിയ പ്രതിഷേധമെല്ലാം ആ ഘട്ടത്തിൽ വന്നിരുന്നു. അപ്പോൾ ഈ കുട്ടികൾ തന്നെ വനിതാ മാനേജർമാരെ കണ്ടെത്തണം എന്നുള്ളതാണ് ഇയാൾ എടുക്കുന്ന ഒരു നിലപാട്. അപ്പം ഇങ്ങനെയുള്ള ചിലപ്പോൾ മൂപ്പരെ പഴയ അനുഭവങ്ങൾ വെച്ചുകൊണ്ടുള്ള എന്തെങ്കിലും പ്രിക്കോഷൻ ആണോ നമുക്കറിയില്ല ഇതിൽ ഇങ്ങനെ ഒരു നിലപാട് എടുക്കുന്നത്. ഏതായാലും കുട്ടികളോടുള്ള ഒരു സമീപനത്തിൽ പോലും വലിയ എതിർപ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്താ ഇത്തരം ഒരാളെ തുടരരുത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുക്കുന്ന സമീപനം.